അമ്പലത്തറ രേഷ്മ തിരോധാനത്തിൽ 15 കൊല്ലത്തിന് ശേഷം പ്രതി പിടിയിലായി. പാണത്തൂർ സ്വദേശി ബിജു പൗലോസാണ് പിടിയിലായത്. 15 കൊല്ലം മുമ്പ് സംസ്കരിച്ച അജ്ഞാത മൃതദേഹത്തിൽ DNA പരിശോധന നടത്തിയാണ് പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ശരിക്കും ഇതൊരു വലിയൊരു അഭിമാന മുഹൂർത്തമാണല്ലോ. ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഒരു ദളിത് പെൺകുട്ടിക്ക് നീതി ലഭിച്ചു എന്നത് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ 15 വർഷം മുൻപാണ്, 2011 കാഞ്ഞങ്ങാട് വെച്ച ഈ രേഷ്മയെ കാണാതാവുന്നത്. പിന്നീട് കുടുംബം 6 മാസത്തിന് ശേഷം അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ആ സമയത്ത് രേഷ്മ ഈ അച്ഛൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞത്, എറണാകുളത്ത് വോഡാഫോണിൽ ജോലി കിട്ടി, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഇനി എന്നെ കുറച്ചു കാലത്തേക്ക് ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കില്ല എന്നതായിരുന്നു. അതിനുശേഷമാണ് 6 മാസത്തിന് ശേഷം അമ്പലത്തറ പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകുന്നത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ഒരു സ്പെഷ്യൽ ടീമും ഈ കേസ് അന്വേഷിച്ചു. പക്ഷേ ഈ കേസിന് ഒരു തുമ്പും ലഭിച്ചില്ല. ബേക്കൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്ന് കേസ് അന്വേഷിച്ചു. അപ്പോഴും ഈ കേസിലൊന്നും ഉണ്ടായില്ല. ഹൈക്കോടതിയെ കുടുംബം സമീപിച്ചിരുന്നു, ഹേബിയസ് കോർപ്പസ് നൽകിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് കോടതി ഇടപെടൽ നടത്തിയത്. കോടതി ഒരു സ്പെഷ്യൽ ടീം, ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി അന്വേഷണം ആരംഭിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഒരു തുമ്പും ലഭിച്ചില്ല. ഈ ബിജു പൗലോസാണ്, ഇന്നിപ്പോൾ അറസ്റ്റിലായ ബിജു പൗലോസാണ് ഈ കേസിൽ ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നൊരു സൂചന അന്നേ പോലീസിന് ലഭിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും തന്നെ ഈ ബിജു പൗലോസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസോ അന്വേഷണ ഉദ്യോഗസ്ഥരാരും തന്നെ തയ്യാറായില്ല. നമ്മളൊക്കെ വാർത്ത നൽകിയതാണ്. ഇതിൻ്റെ ഈ വാർത്തയ്ക്ക് പുറകെ, ഈ കേസിന് പുറകെ നമ്മൾ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിനാണ് ഈ കേസ് അന്വേഷിക്കാനുള്ള ചുമതല ഉണ്ടായത്. IG പി പ്രകാശനായിരുന്നു അന്വേഷണ ചുമതല. ഹൈക്കോടതി മേൽനോട്ടത്തിലായിരുന്നു ഈ കേസ് അന്വേഷിച്ചത്. ഇപ്പോഴിതാ ഒടുവിൽ ബിജു പൗലോസ് അറസ്റ്റിലായിരിക്കുന്നു. ഇന്നലെ രാത്രി വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഈ പോലീസ് പറയുന്നത്, ക്രൈംബ്രാഞ്ച് പറയുന്നത്, ഒരു അജ്ഞാത മൃതദേഹം പരിശോധിച്ചിരുന്നു, അതിൻ്റെ DNA സാമ്പിൾ എടുത്തിരുന്നു. ഈ രക്ഷിതാക്കളുടെ രക്തസാമ്പിൾ എടുത്ത് DNA പരിശോധിച്ച് അത് മരണപ്പെട്ടത്, കൊലപ്പെടുത്തിയത് ഈ രേഷ്മയുടെ മൃതദേഹം തന്നെയാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ചു. അതിനുശേഷമാണ് ബിജു പൗലോസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ക്രൈംബ്രാഞ്ച് IG ഈ കൊലപാതക കാരണം വിശദീകരിക്കും, എന്താണ് ഉണ്ടായതെന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും. 2011 ഈ കാഞ്ഞങ്ങാട് വെച്ചാണ് കുട്ടിയെ കാണാതാവുന്നത്. അന്ന് മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു. ബിജു പൗലോസ് ഒരു ദൃശ്യം മോഡലിലാണ് ഈ കൊലപാതകം നടത്തിയതെന്ന സൂചനയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം രേഷ്മയുടെ മൊബൈൽ ഫോൺ എറണാകുളത്തേക്കുള്ളൊരു വാഹനത്തിൽ ബിജു പൗലോസ് കയറ്റി അയക്കുകയും അവിടെ വെച്ച് ബിജു പൗലോസും ആ വാഹനത്തിൽ തന്നെ പോവുകയും അവിടെ വെച്ച് രേഷ്മ എറണാകുളത്തുണ്ട് എന്ന് സാധൂകരിക്കും വിധം ചില കാര്യങ്ങളൊക്കെ തന്നെ ബിജു പൗലോസ് ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ആളൂരായിരുന്നു ഈ ബിജു പൗലോസിന് വേണ്ടി കാഞ്ഞങ്ങാട് കോടതിയിൽ ഉൾപ്പെടെ ഹാജരായത്. എന്തായാലും വലിയൊരു തിരോധാന കേസാണ്. 15 വർഷത്തിന് ശേഷമാണ് ഈ പ്രതി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു.